ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു യൂട്യൂബിന് വേണ്ടി നമ്മൾ ചെറിയൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാക്കാൻ പോവാന്ന്. അതിന് വെറും ആവശ്യമുള്ളത് ഒരു കൈൻമാസ്റ്ററുമാണ്. പിന്നെ ആവശ്യമുള്ളത് നിങ്ങളെ യൂട്യൂബ് ചാനലിൽ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും ബെല്ലൈക്കൺ അമർത്തുന്ന ഒരു ചെറിയൊരു വീഡിയോ മാത്രം മതി. എന്തായാലും നമുക്ക് ഇനി എന്തായാലും നോക്കാം എങ്ങനെ ഉണ്ടാക്കാന്ന്. അപ്പം ഞാൻ ഇവിടെ എൻ്റെ കൈൻമാസ്റ്റർ തുറന്നിട്ടുണ്ട്. ആദ്യത്തിന് നമ്മളെ പുതിയ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾക്ക് ഈ റേഷ്യോ സെലക്ട് ചെയ്യാം. പിന്നെ ആദ്യം തന്നെ നമ്മൾ മീഡിയ പോയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്യണം. ഇവിടെ ഇഷ്ടമുള്ള ഇതിലൊരു കളർ സെലക്ട് ചെയ്യാം. എന്നിട്ട് അതൊന്ന് കുറച്ച് വലുതാക്കി കൊടുക്കുക വീഡിയോ. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അതിൻ്റെ കളറ് മാറ്റി കൊടുക്കുക. ഗ്രീനിലേക്ക് വെക്കുക. ഗ്രീന് നല്ലൊരു കളറാണ്, കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റിയൊരു ഉപയോഗിക്കുന്ന ഒരു കളറാണ്, അതുകൊണ്ടാണ് ഗ്രീൻ ആക്കിയത്. ഇനി ഗ്രീൻ ആക്കിയതിൻ്റെ ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ലെയറിലേക്ക് പോവുക. ലെയറിൽ പോയിട്ട് മീഡിയ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആദ്യം റെക്കോർഡ് വെച്ചാൽ നിങ്ങൾ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുന്ന വീഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്യുക. സബ്സ്ക്രൈബും ലൈക്കും ബെല്ലൈക്കണും നിൽക്കുന്ന ഒരു വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുക. അതാണ് ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത്. അവിടെ ഞാൻ കണ്ടോ, ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്ന റെക്കോർഡ് ചെയ്തെടുത്താണ്. അവിടെ ലൈക്കും എല്ലാം ചെയ്യുന്നത്. ഇനി നമ്മളെന്താ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ ആ വീഡിയോ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മളൊന്ന് ക്രോപ്പ് ചെയ്തെടുക്കണം. ബാക്കി ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊന്നൊക്കെ ഒന്ന് പോക്കി കളയാം. കണ്ടോ, ഈ ലോഡഡ് എന്നവിടെ വരെയുള്ളതൊന്ന് സെലക്ട് ചെയ്യാം. നമുക്കൊന്ന് വലുതാക്കി കൊടുക്കാം. കണ്ടോ, ഇങ്ങനെയായിരിക്കും നമ്മൾ ഇതുണ്ടാവുക. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഇത് കണ്ടോ. ഇപ്പോൾ ഇതിനൊരു സൗണ്ടൊന്നുമില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത സ്റ്റെപ്പ് ഇതിന് സൗണ്ട് കൊടുക്കുകയാണ്. പോപ്പപ്പ് സൗണ്ടും ഒരു ആരോ ക്യൂ ഒക്കെ കൊടുക്കുകയാണ്. അത് നമ്മൾ ആദ്യം ഇത് സെലക്ട് ചെയ്യുക. ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കളഞ്ഞ് ഇതിനൊരു അനിമേഷൻ കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു സ്ലൈഡ് അപ്പാണ് കൊടുക്കുന്നത്. പിന്നെ ഔട്ട് അനിമേഷനും കൊടുക്കുക. ഞാനിവിടെ സ്ലൈഡ് ഡൗണും കൊടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പ് ഇനി നമ്മൾ വോയിസ് കൊടുക്കാൻ പോവാണ്, സൗണ്ട് കൊടുക്കാൻ പോവാണ്, പോപ്പപ്പ് സൗണ്ട് കൊടുക്കാൻ പോവാണ്. ഇതിന് ആദ്യം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആ ഭാഗം നോക്കി ഒന്ന് സെലക്ട് ചെയ്യാം. ഉണ്ടോ, അതാ ഇവിടെ ആയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. നമ്മൾക്ക് ആ ഭാഗം നോക്കി ഒന്ന് സെലക്ട് ചെയ്യാം. നമ്മളിവിടെ SFX സെറ്റിൽ പോയിട്ട് കുറച്ച് ക്ലിക്കും പോപ്പും സൗണ്ട് വേണം. ഇത് നിങ്ങൾക്ക് നിങ്ങളെ കൈൻമാസ്റ്റർ സ്റ്റോറിൽ നിന്ന് പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അവിടെ മ്യൂസിക് എന്ന ഭാഗത്ത് മ്യൂസിക് എഫക്ട്സിൽ കിട്ടുന്നതാണ്. ഇവിടെ തന്നെ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ഉണ്ട് ഇവിടെ കണ്ടോ. ഇപ്പോൾ അതാ ഒരു ക്ലിക്കിംഗ് സൗണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ആഡ് ചെയ്ത്. നമ്മൾ അടുത്തത് ബെല്ലൈക്കോണാണ്. ബെല്ലൈക്കൺ നിൽക്കുന്ന സ്ഥലം നോക്കി ഒന്ന് കണ്ടുപിടിക്കുക. കറക്റ്റ് സൈസ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലിക്ക് ഒരു സൗണ്ട് കൊടുക്കാം. ഇത് ആഡ് ചെയ്തു. ഇവിടെ കണ്ടോ, ആ ഭാഗത്തായിട്ട് നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് ഇവിടെയാണ്. ഇവിടെ നമ്മൾ പോയിട്ട് സെലക്ട് ചെയ്യാം. ഇതിൽ പോയി ക്ലിക്ക് ഇത് സെലക്ട് ചെയ്യാം. കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് ലൈക്കിംഗ് ആണ്. ലൈക്ക് ചെയ്യണത് ഒന്ന് സെലക്ട് ചെയ്യാം. ഇനി നമ്മൾക്കൊന്ന് ഫസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. അങ്ങനെ കറക്റ്റായി നമുക്ക് വന്നിട്ടുണ്ട്. കണ്ടോ, ലൈക്ക് ചെയ്യുന്നൊക്കെ വിട്ടിന്. ഇനി നമ്മൾ അടുത്തത് നമ്മൾ കുറച്ച് കേഴ്സർ കൊടുക്കാണ്ട് ഇവിടെ ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നൊരു ഇത് കൊടുക്കാണ്ട് അതിന് നമ്മൾ ഓവർലേയിൽ പോയിട്ട് എടുക്കണം. ഇതും നിങ്ങൾക്ക് കൈൻമാസ്റ്ററിൻ്റെ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. കണ്ടോ, ഈ കേഴ്സേഴ്സ് എന്നുള്ളത് പോയി ഡൗൺലോഡ് ചെയ്താൽ മതി. എഫക്റ്റിലുണ്ടാവും. ഇവിടുത്തെ ഞാൻ ഈ എഫക്റ്റാണ്, ഈ കേഴ്സറാണ് സെലക്ട് ചെയ്തത്. കണ്ടോ, ഇനി നമുക്കതൊന്ന് ചെറുതാക്കി കൊടുക്കാം. അതിന് പറ്റിയൊരു നല്ലൊരു പൊസിഷനിൽ വെച്ച് കൊടുക്കുക. ഉണ്ടോ, ഇത് നമ്മൾ ഈ കറക്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സൗണ്ടിൻ്റെ ഒപ്പം സൈഡിലാക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഭാഗത്തായിട്ട് കിട്ടും. നമ്മളിതുപോലെ ഈ കേഴ്സേഴ്സ് എല്ലാത്തിനും വെച്ചെടുക്കുക. സബ്സ്ക്രൈബിനും ബെല്ലൈക്കൺ നിൽക്കുന്നതിനും ലൈക്കിനൊക്കെ വെച്ചെടുക്കുക.
ഒരു കേഴ്സർ കൊടുക്കുക. ഇപ്പോൾ നമ്മൾക്ക് ഈ കേഴ്സർ ഒന്ന് തിരിക്കണം എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ റൊട്ടേറ്റിംഗ് മിററിങ്ങിൽ പോയിട്ട് മിററിങ് നോക്കിയാൽ മതി. അങ്ങനെ തിരിക്കാം നമ്മൾക്ക്. ഇനി ഇതുപോലെ തന്നെ എല്ലാത്തിനും കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ നിങ്ങൾക്ക് കൊടുക്കുക. ഇഷ്ടമുള്ള കേഴ്സറും സൗണ്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ സെലക്ട് ചെയ്യാം. ഇനി നമ്മൾ ഇവിടെ ബാക്കി കുറേയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കുക. എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ വീഡിയോ സേവ് ചെയ്യുക. അങ്ങനെ ഞാൻ എൻ്റെ വീഡിയോ സേവ് ചെയ്തു. ഇനി നമ്മൾക്കൊരു വീഡിയോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഇവിടെ നമ്മളൊന്ന് ആഡ് ചെയ്യാം. ആദ്യം നിങ്ങൾ ലെയറിൽ പോയിട്ട് മീഡിയ എടുക്കുക. പിന്നെ നിങ്ങൾ സേവ് ചെയ്ത വീഡിയോ പോയി സെലക്ട് ചെയ്യാം. നമ്മളത് സെലക്ട് ചെയ്തതിൻ്റെ ശേഷം ഇവിടെ ക്രോമാക്കി ഓൺ ആക്കുക. കണ്ടോ, അപ്പോൾ ഡിസപ്പിയർ ആയി. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ പോയിട്ടുണ്ടാവും. കണ്ടോ, ഇതേപോലെ നമുക്ക് കിട്ടി. നമ്മളൊന്ന് ചെറുതാക്കിയിട്ട് ഒരു സൈഡിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡിലായിട്ട് നമുക്ക് വെക്കാം. അതേപോലെ ഒന്ന് വെക്കാം. കണ്ടോ, നിങ്ങൾക്ക് നോക്കി ഒന്ന് നേരത്തെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എല്ലാം റെഡിയാക്കി സൗണ്ടൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കാം. നമുക്ക് ഒന്ന് കേട്ട് നോക്കാം. അങ്ങനെ അത്രയേ ഉള്ളൂ. നമ്മളെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആർക്കും കൈൻമാസ്റ്റർ വെച്ച് സിമ്പിളാക്കി ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. എല്ലാതും കൈൻമാസ്റ്റർ എന്നാണ് ചെയ്യണത്. അങ്ങനെ നമ്മുടെ ടോപ്പിക്ക് പോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്കും ഒന്ന് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇനി നമ്മൾക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.